ദൈവപരിപാലനയുടെ കമ്പിളിപ്പുതപ്പണിഞ്ഞ് അലച്ചിലുകളുടെ മഞ്ഞിനെ അതിജീവിച്ച് കുഞ്ഞാടുകൾക്ക് രാത്രി കാവലിരുന്ന നിർമ്മലരായ ആട്ടിടയന്മാർക്ക് മാലാഖമാരുടെ വിശുദ്ധ സാന്നിധ്യം സമ്മാനമായി. ശ്രുതിമധുരമായ സംഗീതധാരയ്ക്കിടയിൽ ദൈവപുത്രന്റെ ജനനം സന്മനസ്സുള്ളവർക്ക് സമാധാനത്തിന്റെ സന്ദേശമായി. വചനം മാംസമായി എന്ന സന്ദേശവും വഹിച്ചുകൊണ്ട് തിടുക്കത്തിൽ ഉണ്ണിയെ കാണാൻ പോകുന്ന ആട്ടിടയന്മാർ. വചനത്തിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ഓരോ യാത്രയും ഒരു വചന പ്രഘോഷണമാണ്. വാക്കുകൾക്കതീതമായ നിശബ്ദമായ കർമ്മങ്ങളും നിർമ്മലമായ സാന്നിധ്യവും സ്നേഹനിർഭരമായ സന്ദർശനങ്ങളും യഥാർത്ഥത്തിൽ വചന പ്രഘോഷണമാണെന്ന് ഇടയർ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ വാക്കുകളും സാന്നിധ്യവും സുവിശേഷമാകട്ടെ.